നന്ദിനി 2-ന്റെ എപ്പിസോഡ് 5-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സമയം ദേവസേന ജനനിയുമായി കോളേജിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിൽ കാണുന്നതെല്ലാം ജനനി അത്ഭുതത്തോടെ നോക്കിയിരിക്കുകയാണ്. അതെല്ലാം കാണുമ്പോഴുള്ള സന്തോഷം ദേവസേനയുമായി ജനനി ഷെയർ ചെയ്യുകയാണ്. മറുവശത്ത് ഫേമസ് ഫിലിം സ്റ്റാറായ അശോക് കുമാറിന്റെ മകൾ നീലിയും ആ കോളേജിൽ പഠിക്കാൻ പോവുകയാണ്. ഫിലിം സ്റ്റാറിന്റെ മകളായതുകൊണ്ട് അതിന്റെ ഒരു അഹങ്കാരം നീലിക്കുണ്ട്. നീലി കോളേജിൽ പോകുമ്പോൾ നീലിക്ക് കിട്ടേണ്ട റെസ്പെക്ട് നീലിക്ക് കിട്ടണം. ആ കാര്യം നീലി ഡാഡിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് നീലിയുടെ ഡാഡി എല്ലാം പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ടെന്നും നീലി കോളേജിൽ കാല് വയ്ക്കുന്നതും കോളേജിലുള്ളവർ അത് ആഘോഷമാക്കുമെന്നും നീലിയുടെ ഡാഡി ഫോണിൽ കൂടി വാക്കു കൊടുക്കുകയാണ്. ആ കാര്യം കേട്ട് കഴിയുമ്പോൾ നീലിക്ക് സന്തോഷമാവുകയും നീലി അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഈ സമയം ദേവസേനയും ജനനിയും പോകുന്ന കാറ് കംപ്ലൈന്റായി വഴിയിൽ നിൽക്കുകയാണ്. അത് കാണുന്ന ദേവസേനയും ജനനിയും ടാക്സിയോ ഓട്ടോയോ കിട്ടുമോ എന്ന് നോക്കി നിൽക്കുകയാണ്. ആ വഴി പോകുന്ന ഒരാൾ അവരുടെ മുന്നിൽ കാറ് നിർത്തുകയാണ്. അയാൾക്ക് ദേവസേനയെ നേരത്തെ അറിയാമായിരുന്നു. അയാളുടെ കാറ് ഫ്ലവേഴ്സ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. അയാൾ അവരെ രണ്ടുപേരെയും നിർബന്ധിച്ച് കാറിൽ കയറ്റി അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. ശേഷം കോളേജിൽ ആ ഡെക്കറേറ്റ് ചെയ്ത കാറിൽ നിന്ന് ഇറങ്ങുന്ന ജനനിയെ കണ്ട് എല്ലാ സ്റ്റുഡൻസും ജനനിയുടെ അടുത്തേക്ക് വരികയും അവിടെ ബാൻഡ് മേളവും പടക്കം പൊട്ടിക്കലുമായി അവർ ജനനിയെ വെൽക്കം ചെയ്യുകയാണ്. എല്ലാവരും കൂടി വലിയൊരു ആഘോഷമാക്കി സന്തോഷത്തോടു കൂടി ജനനിയെ വിളിച്ചുകൊണ്ട് പോകുന്നു. ഇതെല്ലാം മാറി നിന്ന് പ്രണവ് കാണുന്നുണ്ട്. തുടർന്ന് ഇതെല്ലാം കണ്ട് സന്തോഷം തോന്നുന്ന ദേവസേന അവിടെ നിന്ന് പോകുന്നു. കുറച്ചു കഴിയുമ്പോൾ അവിടെ നീലി വരുന്നു. നീലി കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ ആരെയും കാണാത്തതിൽ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് നീലി. ഡാഡി പറഞ്ഞതുപോലെ ഒന്നും നടന്നില്ലല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ച് ദേഷ്യത്തോടെ നടന്നു പോകുന്ന നീലിക്ക് അവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുള്ളതായി ഫീൽ ചെയ്യുകയാണ്. മറുവശത്ത് വിലാസിനിയുടെ അടുത്ത് പോകുന്ന ദേവസേന വിലാസിനിയോട് കോളേജിൽ വെച്ച് ജനനിക്ക് കിട്ടിയ സ്വീകരണത്തെക്കുറിച്ച് പറയുകയാണ്. അതെല്ലാം കേൾക്കുന്ന വിലാസിനി ജനനിയെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചിട്ട് അവിടെ നിന്നും പോകുന്നു. അപ്പോൾ അവിടെ മുത്തശ്ശി വരുന്നു. മുത്തശ്ശി ദേവസേനയോട് കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ദേവസേന കോളേജിൽ വെച്ച് കണ്ട കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഡയമണ്ട് എത്ര മറച്ചു വെച്ചാലും അതിന്റെ തിളക്കം എല്ലാവർക്കും കാണാൻ കഴിയും. ഭൂമിയുടെ അടിയിൽ ഡയമണ്ട് മറച്ചു വെച്ചാലും ഡയമണ്ടിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല. എവിടെയായിരുന്നാലും ജനനിക്ക് നല്ലത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. ജനനിയുടെ എല്ലാ കാര്യങ്ങളും നിനക്ക് അറിയാവുന്നതല്ലേ എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശി. അത് കേട്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ് ദേവസേന. മറുവശത്ത് ഫിലിം സ്റ്റാറിന്റെ മകളാണ് ജനനി എന്ന് വിചാരിച്ച് എല്ലാ സ്റ്റുഡൻസും ജനനിയുമായി സെൽഫി എടുക്കുകയാണ്. ഫിലിം സ്റ്റാറിന്റെ മകൾ ഈ കോളേജിൽ അവരുടെ കൂടെ പഠിക്കുന്നതിൽ അവർക്ക് അഭിമാനമുണ്ടെന്ന് പറയുകയാണ്. അതെല്ലാം കേട്ട് കൺഫ്യൂഷനിലിരിക്കുകയാണ് ജനനി. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഈ പറയുന്നത് ആരെക്കുറിച്ചാണെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുകയാണ് ജനനി. അത് കേട്ടുകൊണ്ട് അവിടെ വരുന്ന നീലി അവർ പറയുന്നത് എല്ലാം എന്നെ കുറിച്ചാണ്. ഞാനെന്ന് വിചാരിച്ചാണ് നിന്നെ ഇവരെല്ലാവരും ആർഭാടമായി സ്വീകരിച്ചത് എന്ന് പറഞ്ഞ് നീലി ജനനിയുടെ അടുത്ത് വരുന്നു. എന്നിട്ട് ജനനിയോട് അവർക്ക് തെറ്റുപറ്റിയത് സമ്മതിക്കാം, പക്ഷേ നിന്റെ വായിൽ നാക്കില്ലായിരുന്നോ? എന്തുകൊണ്ടാണ് നീ ആരാണെന്ന് അവരോട് പറയാത്തത്? എന്റെ പേരിൽ കിട്ടുന്ന അംഗീകാരം സ്വന്തമാക്കാമെന്ന് നീ വിചാരിച്ചോ എന്നൊക്കെ പറഞ്ഞ് നീലി ജനനിയെ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യുകയാണ്. ജനനി വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ശർബ വരുന്നു. ശർബയെ കാണുന്ന എല്ലാവരും സൈലന്റായി ഇരിക്കുകയാണ്. നീലി ജനനിയെ നോക്കി ദേഷ്യത്തോടെ ഇരിക്കുകയാണ്. ഇതെല്ലാം ശർബ കാണുന്നുണ്ട്. ആ സമയം അവിടേക്ക് മറ്റു 4 പേരും വരികയാണ്. ഇവരുടെ പേര് പ്രകർവർത്തി, മിഞ്ചും, പരോജൻ, ഗുരുത്വ എന്നിങ്ങനെയാണ്. ക്ലാസ് റൂമിന്റെ അകത്ത് കയറുന്ന അവരും ജനനിയെ നോക്കി ഇരിക്കുകയാണ്. നീലിയും ശർബയും ജനനിയെ നോക്കി ഇരിക്കുകയാണ്. ഇതെല്ലാം കാണുന്ന അഷ്ടവക്ര ശർബയോട് ജനനിയോട് ശത്രുത ഉള്ളവർ നമ്മുടെ മിത്രമാണെന്നും ജനനിയോടുള്ള നീലിയുടെ ശത്രുത കൂട്ടണമെന്നും പറയുകയാണ്. ശേഷം ശർബയുടെ അടുത്ത് വരുന്ന നീലിയെ ശർബ തന്റെ കൺട്രോളിലാക്കുകയാണ്. ഇതെല്ലാം കാണുന്ന അഷ്ടവക്രയും ആത്മാവും സന്തോഷത്തോടെ നിൽക്കുകയാണ്. മറുവശത്ത് ജനനി വിഷമിച്ച് നിൽക്കുന്നത് കാണുന്ന പ്രണവ് ജനനിയോട് കാര്യം ചോദിക്കുമ്പോൾ ജനനി ക്ലാസ് റൂമിൽ നടന്ന കാര്യങ്ങൾ പ്രണവിനോട് പറയുകയാണ്. ആ സമയം അവിടെ വരുന്ന നീലിയും ഫ്രണ്ട്സും ജനനിയെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ എല്ലാവരുടെ മുന്നിൽ വെച്ച് സംസാരിക്കുകയാണ്. നീലിയുടെ ഫ്രണ്ട്സ് നീലിയുടെ സ്റ്റാറ്റസിനെ കുറിച്ചും നീലിയുടെ കഴിവിനെ കുറിച്ചും പറഞ്ഞ് പുകഴ്ത്തുകയാണ്. അതെല്ലാം കേൾക്കുന്ന നീലി ജനനിയുടെ സ്റ്റാറ്റസിനെ കുറിച്ച് ചോദിക്കുകയും ജനനിയോട് ഡാൻസ് ചെയ്യാനും പറയുകയാണ്. ജനനി ഡാൻസ് ചെയ്യാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവാകാൻ ശ്രമിക്കുകയാണ്. പ്രണവ് നീലിയോട് ജനനിയെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറയുകയാണ്. ജനനിക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് ഇപ്പോൾ തെളിയിക്കണമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ജനനിയെ ഫോഴ്സ് ചെയ്യുമ്പോൾ ജനനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നുകയാണ്. ജനനിക്ക് ദേഷ്യം വരികയും ജനനി നാഗത്തിന്റെ നൃത്തം ചെയ്യുകയും ചെയ്യുന്നു. ജനനി നാഗത്തിന്റെ നൃത്തം ചെയ്യുന്നത് കണ്ട് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുന്ന സമയം അവിടെ വരുന്ന ശർബയും ഇതെല്ലാം കാണുന്നു. ശർബയുടെ കണ്ണിൽ ജനനിയുടെ സ്ഥാനത്ത് ഒരു നാഗൻ ഡാൻസ് ചെയ്യുന്നതാണ് കാണുന്നത്. അവർ
അവസാനം തല കറങ്ങുന്ന ജനനിയെ പ്രണവ് വീഴാതെ പിടിക്കുകയാണ്. പ്രണവ് ജനനിയോട് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവരുടെ അടുത്ത് പോകുന്ന ശർബ എല്ലാവരോടും ക്ലാസ്സിലേക്ക് പോകാൻ പറയുമ്പോൾ എല്ലാവരും അവിടെ നിന്നും പോകുന്നു. കുറച്ചു കഴിയുമ്പോൾ നോർമലാകുന്ന ജനനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ കഴിയാതെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ശർബ ജനനിയോട് ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു കുഴപ്പവുമില്ല എന്നൊക്കെ പറഞ്ഞ് ജനനിയെ സമാധാനിപ്പിക്കുകയാണ് ശർബ. അടുത്ത സീനിൽ അഷ്ടവക്രയെ കാണാൻ പോകുന്ന ശർബയോട് അഷ്ടവക്ര ജനനിയുടെ കൂടെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യണമെന്നും ജനനിയുടെ വീട് കണ്ടുപിടിക്കണമെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന ശർബ അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ജനനിയെ കളിയാക്കാൻ നീലിയും ഫ്രണ്ട്സും വരുന്നത് കാണുന്ന ശർബ അവരുടെ അടുത്ത് പോകുമ്പോൾ നീലി ശർബയോട് ജനനി യഥാർത്ഥത്തിൽ ആരാണെന്ന് കണ്ടുപിടിച്ച് അവളെ എല്ലാവരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തുമെന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ നീലി അവിടെ നിന്ന് പോകുന്നു. അത് കണ്ട് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ജനനിയെ സമാധാനിപ്പിച്ചിട്ട് ശർബ ജനനിയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. വീട്ടിലെത്തുമ്പോൾ ജനനി ശർബയെ വീട്ടിന്റെ അകത്തേക്ക് ക്ഷണിക്കുകയാണ്. ശർബ അകത്തേക്ക് കയറാൻ പോകുമ്പോൾ വീട്ടിന്റെ മുകളിൽ നിന്ന് ഒരു ദേവനാഗം ശർബയോട് നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് വരാനുള്ള സ്ഥലമല്ല ഇത്, ഇവിടെ നാഗദൈവം ഉള്ളതാണ്, നിനക്ക് ഞങ്ങളുടെ ശക്തിയെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നൊക്കെ പറയുകയാണ്. അതെല്ലാം കേൾക്കുന്ന ശർബ നിങ്ങൾ വിചാരിക്കുന്നത് പോലുള്ള നാഗമല്ല ഞാൻ, നിങ്ങളുടെ നാഗദൈവത്തിന് എന്റെ ഗുരുവായ അഷ്ടവക്രയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ അച്ഛനെക്കുറിച്ചും അറിയാമെന്നും നിങ്ങളെപ്പോലുള്ള നാഗങ്ങളെ കൊല്ലാനും എനിക്ക് കഴിയുമെന്നും പറഞ്ഞിട്ട് ശർബ അകത്തേക്ക് പോവുകയാണ്. അകത്ത് കയറുന്ന ശർബയ്ക്ക് ഏതോ ഒരു അദൃശ്യ ശക്തി കാരണം അകത്തേക്ക് കയറാൻ കഴിയാതെ നിൽക്കുകയാണ്. ശർബ അകത്ത് കയറാതെ നിൽക്കുന്നത് കാണുന്ന ജനനി ശർബയുടെ അടുത്ത് പോയിട്ട് ശർബയുടെ കൈ പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. ഏതോ ഒരു ശക്തി അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ശർബ പേടിച്ച് നിൽക്കുകയാണ്. ശർബ വരുന്നത് കണ്ട് അവിടേക്ക് മുത്തശ്ശിയും ദേവസേനയും വരുന്നു. ദേവസേനയോട് ജനനി കോളേജിൽ വെച്ച് നടന്ന എല്ലാ കാര്യങ്ങളും പറയുകയാണ്. ശർബയാണ് ആ സിറ്റുവേഷനിൽ നിന്നല്ല എന്നെ രക്ഷപ്പെടുത്തിയതെന്ന് പറയുകയാണ് ജനനി. എന്നിട്ട് ജനനി ശർബയ്ക്ക് ദേവസേനയെയും മുത്തശ്ശിയെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ശർബ പേടിച്ചാണ് ഇരിക്കുന്നത്. ശർബ പോകുമെന്ന് പറഞ്ഞിറങ്ങുമ്പോൾ ശർബയ്ക്ക് തലകറക്കം വരികയാണ്. അവരെല്ലാവരും റെസ്റ്റ് എടുക്കാൻ പറയുമ്പോഴും ശർബ പോകുന്നു എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുന്നത് കാണുന്ന മുത്തശ്ശി ജനനിയോട് പൂജാമുറിയിൽ നിന്ന് കുങ്കുമം എടുത്ത് ഇട്ടുകൊടുക്കാൻ പറയുകയാണ്. പൂജാമുറി തുറക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന നാഗമാണിക്യത്തിന്റെ പ്രകാശത്തിന്റെ ശക്തി കാരണം ശർബയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയാണ്. ജനനി ശർബയ്ക്ക് കുങ്കുമം ഇട്ട് കൊടുക്കുന്നു. അതെല്ലാം കണ്ടുകൊണ്ട് അവിടെ രാമമൂർത്തി വരുന്നു. രാമമൂർത്തിക്ക് ശർബയുടെ പ്രവൃത്തിയിൽ ഡൗട്ട് തോന്നുകയാണ്. ശേഷം ശർബ അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് ജനനിയുടെ അടുത്ത് പോകുന്ന രാമമൂർത്തി ജനനിയോട് ആശ്രമത്തിലേക്ക് പോവുകയാണെന്നും നന്നായി പഠിക്കണമെന്നും പറയുകയാണ്. എന്നിട്ട് ഇപ്പോൾ വന്ന സ്ത്രീയെ നേരത്തെ ജനനിക്ക് അറിയാമോ എന്ന് ചോദിക്കുകയാണ്. ശർബ എന്റെ ടീച്ചറാണെന്നും ഇന്ന് പരിചയപ്പെട്ടതേ ഉള്ളൂ എന്നും പറയുകയാണ് ജനനി. ആ സ്ത്രീയെ സൂക്ഷിക്കുന്നത് നല്ലതാണ്, പെട്ടെന്ന് അടുക്കുന്നവരെ സൂക്ഷിക്കണം, അവരുടെ ലക്ഷ്യം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് രാമമൂർത്തി അവിടെ നിന്ന് പോകുന്നു. രാമമൂർത്തി പറഞ്ഞത് ആലോചിച്ച് നിൽക്കുകയാണ് ജനനി. അടുത്ത സീനിൽ ബ്ലഡ് ഡൊണേറ്റ് ക്യാമ്പിൽ ദേവസേനയും ജനനിയും വരികയാണ്. അവിടെ നീലിയും ഫ്രണ്ട്സും വരുന്നുണ്ട്. നീലിയും ഫ്രണ്ട്സും ജനനിയെ കാണുന്നു. അവരുടെ അടുത്ത് പോകുന്ന നീലിയോട് ദേവസേന കോംപ്രമൈസിന് റെഡി ആണോ എന്ന് ചോദിക്കുകയാണ്. എന്നെ ഇൻസൾട്ട് ചെയ്തതുപോലെ ജനനിയെ ഇൻസൾട്ട് ചെയ്താൽ മാത്രമേ എന്റെ ദേഷ്യം മാറുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് നീലി അവിടെ നിന്നും പോകുന്നു. അതെല്ലാം കേട്ട് ജനനി പേടിച്ച് നിൽക്കുന്നത് കാണുന്ന ദേവസേന ജനനിയോട് നീലിക്ക് എല്ലാം മനസ്സിലാകാൻ സമയമെടുക്കും, നീ ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട എന്ന് പറഞ്ഞ് അവർ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. മറുവശത്ത് അഷ്ടവക്രയുടെ അടുത്ത് പോകുന്ന ശർബ ആ വീട്ടിൽ നടന്നതെല്ലാം അഷ്ടവക്രയോട് പറയുകയാണ്. ദേവനാഗത്തെ കണ്ടതും അകത്ത് കയറാൻ കഴിയാത്തതും തലകറക്കം വന്നതും പൂജാമുറിയിൽ നാഗമാണിക്യം കണ്ടതുപോലെ തോന്നിയെന്നും പറയുകയാണ്. അതെല്ലാം കേൾക്കുന്ന അഷ്ടവക്രയ്ക്ക് ജനനിക്ക് എവിടെ നിന്നായിരിക്കും ഈ ശക്തികളെല്ലാം കിട്ടിയതെന്ന് ഡൗട്ട് തോന്നുകയാണ്. അപ്പോൾ നമ്പൂതിരിയുടെ ആത്മാവ് അഷ്ടവക്രയോട് ജനനിയുടെ ബ്ലഡ് കിട്ടിയാൽ എല്ലാ രഹസ്യങ്ങളും അറിയാൻ കഴിയുമെന്ന് പറയുകയാണ്. അതെല്ലാം കേൾക്കുന്ന അഷ്ടവക്ര ശർബയോട് എങ്ങനെയെങ്കിലും ജനനിയുടെ ബ്ലഡ് വേണമെന്നും ജനനിയുടെ ബ്ലഡ് കിട്ടിയാൽ ജനനിയുടെ കൂടെയുള്ള ശക്തി ഏതാണെന്ന് അറിയാമെന്നും ജനനിയുടെ കയ്യിലുള്ളത് നാഗമാണിക്യമാണോ എന്ന് അറിയാൻ കഴിയുമെന്നും പറയുകയാണ്. അതെല്ലാം കേൾക്കുന്ന ശർബ അവിടെ നിന്ന് പോകുന്നു. ശേഷം ക്യാമ്പിൽ ബ്ലഡ് കൊടുക്കാൻ പേടിച്ച് നിൽക്കുകയാണ് ജനനി. ജനനിക്ക് പണ്ട് മുതൽ സൂചിയെ പേടിയാണ്. പേടിയുള്ളത് കൊണ്ട് ജനനി ദേവസേനയെ അടുത്തേക്ക് വിളിക്കുകയാണ്. ദേവസേന ഓരോന്നും പറഞ്ഞ് പേടി മാറ്റി ജനനിയെ ബ്ലഡ് എടുക്കാൻ വേണ്ടി ഇരുത്തുകയാണ്. അപ്പോൾ അവിടെ ശർബയും വരുന്നു. ഇതെല്ലാം ശർബ വഴി അഷ്ടവക്രയും കാണുകയാണ്. ജനനിയുടെ ബ്ലഡ് എടുക്കാൻ വേണ്ടി അവിടെയുള്ള സ്റ്റാഫിനെ ശർബ കൺട്രോളിലാക്കുകയും ആ സ്റ്റാഫിനെ കൊണ്ട് തന്നെ ശർബ ജനനിയുടെ ബ്ലഡ് എടുപ്പിക്കുകയും ചെയ്യുകയാണ്. ജനനിയുടെ അടുത്ത് പോകുന്ന നീലി ജനനിയെ നോക്കിയിട്ട് കുറച്ച് സമയത്തിനകം നിന്നെക്കുറിച്ച് എനിക്ക് അറിയാൻ കഴിയുമെന്ന് മനസ്സിൽ പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ് നീലി. മറുവശത്ത് ശർബ
ജനനിയുടെ ബ്ലഡ് അഷ്ടവക്രയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അഷ്ടവക്ര കയ്യിലിരിക്കുന്ന ബ്ലഡ് നമ്പൂതിരിയുടെ അസ്ഥിയിൽ ഒഴിക്കുകയാണ്. അപ്പോൾ നമ്പൂതിരിയുടെ ആത്മാവിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണ്. ജനനിയുടെ ബ്ലഡ് ആയിട്ടും ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ആലോചിച്ച് പേടിച്ചു നിൽക്കുകയാണ് അഷ്ടവക്ര. അപ്പോൾ ആ ആത്മാവ് ഇതെല്ലാം ശരിയാകാനുള്ള മാർഗം അഷ്ടവക്രയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അവരുടെ പ്ലാനിങ്ങിൽ എന്തോ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് അഷ്ടവക്രയ്ക്ക് മനസ്സിലാവുകയാണ്. ശേഷം ആത്മാവ് പറഞ്ഞതുപോലെ അഷ്ടവക്ര ചെയ്യുകയാണ്. അപ്പോൾ നമ്പൂതിരിയുടെ ആത്മാവ് നോർമലാവുകയാണ്. ജനനിയുടെ ബ്ലഡ് മാറിയത് എങ്ങനെയാണെന്ന് ശക്തി പ്രയോഗിച്ച് അഷ്ടവക്ര നോക്കുമ്പോൾ ഇതെല്ലാം നീലിയാണ് ചെയ്തതെന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുകയാണ്. അതെല്ലാം അറിയുന്ന അഷ്ടവക്ര ദേഷ്യത്തോടെ നിൽക്കുകയാണ്. ദേഷ്യം വരുന്ന അഷ്ടവക്ര മറ്റു 4 നാഗങ്ങളെ വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് അവരോട് ജനനിയുടെ ബ്ലഡ് എങ്ങനെയെങ്കിലും എടുത്തുകൊണ്ട് വരാൻ പറയുകയാണ്. അത് കേൾക്കുന്ന അവർ അവിടെ നിന്ന് പോകുന്നു. ശർബയോടും അഷ്ടവക്ര ആ കാര്യം തന്നെ പറയുകയാണ്. അത് കേൾക്കുന്ന ശർബയും അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ ജനനിക്ക് ജ്യൂസ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ദേവസേന ഒരു കടയിൽ കയറുകയാണ്. അപ്പോൾ അവിടേക്ക് ശർബയും വരുന്നു. ശർബ അവരെ വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇതെല്ലാം അഷ്ടവക്രയും കാണുന്നുണ്ട്. ശർബ ശക്തി പ്രയോഗിച്ച് ഒരു ആക്സിഡന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുമെങ്കിലും ദേവസേനയും ജനനിയും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്നു. ദേവസേനയും ജനനിയും പേടിച്ച് നിൽക്കുകയാണ്. മറുവശത്ത് അങ്കിൾ അവരെ കാണാത്തത് കൊണ്ട് വിഷമിച്ചിരിക്കുകയാണ്. അങ്കിൾ ദേവസേനയുടെ ഫോണിൽ വിളിച്ച് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. രാത്രിയായതുകൊണ്ട് വിലാസിനിയും മക്കളും ഉറങ്ങാൻ പോകുന്നു. അങ്കിൾ ജനനിയെയും ദേവസേനയും കാത്തിരിക്കുകയാണ്. അടുത്ത സീനിൽ ജനനിയെ കാണുന്ന അങ്കിൾ എന്താണ് താമസിച്ചതെന്ന് ജനനിയോട് ചോദിക്കുമ്പോൾ കുറച്ചു മണിക്കൂർ മുമ്പ് നടന്ന സംഭവം കാണിക്കുകയാണ്. ജനനിയും ദേവസേനയും ഒരു ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് പോവുകയായിരുന്നു. കുറച്ചു ദൂരം പോകുന്ന ഓട്ടോക്കാരൻ ആരുമില്ലാത്ത വിജനമായ ഒരു സ്ഥലത്ത് ഓട്ടോ നിർത്തിയിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അത് കണ്ട് ജനനിയും ദേവസേനയും പേടിച്ച് നിൽക്കുകയാണ്. കുറച്ചു കഴിയുമ്പോൾ അവിടേക്ക് കുറെ കീരികൾ വരുന്നു. കീരികളെ കണ്ട് പേടിച്ച് അവർ രണ്ടുപേരും ഓടുകയാണ്. ഓടുന്ന അവരുടെ ചുറ്റും കുറെ കീരികൾ വരുന്നു. ആ പ്രദേശം മുഴുവൻ കീരിയെ കാണുന്ന അവർ രണ്ടുപേരും പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ജനനി നാഗമായി മാറുന്നു. എല്ലാ കീരികളും കൂടി ചേർന്ന് വലിയൊരു കീരിയായി മാറുന്നു. കീരി ദേവസേനയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് കാണുന്ന നാഗം വാലുകൊണ്ട് ദേവസേനയെ ചുറ്റിപ്പിടിക്കുകയാണ്. ശേഷം നാഗം കീരിയുമായി ഫൈറ്റ് ചെയ്യുന്നു. രണ്ടുപേരുടെ ഇടയിലും വലിയൊരു ഫൈറ്റ് നടക്കുകയാണ്. അവസാനം കീരി അവിടെ നിന്ന് പോകുന്നു. അത് കാണുന്ന നാഗം ജനനിയായി മാറുകയും ജനനിയുടെ ബോധം പോവുകയും ചെയ്യുന്നു. ശേഷം ബോധം വരുന്ന ജനനിയും ദേവസേനയും കൂടി വേറൊരു ഓട്ടോ വിളിച്ച് വന്നു. ഇതെല്ലാം കാരണമാണ് താമസിച്ചതെന്ന് പറയുകയാണ് ജനനി. ഇതെല്ലാം കേൾക്കുന്ന അങ്കിള് ജനനിയോട് ജനനി ഇവിടെ നിന്നാൽ ആപത്താണ്, തിരിച്ച് ആശ്രമത്തിലേക്ക് പോകാൻ പറയുകയാണ്. അത് കേൾക്കുന്ന ജനനി ഗുരുജിയുടെ മുന്നിൽ പോകുമ്പോൾ ഞാൻ ഗുരുജി ആഗ്രഹിച്ചതുപോലെ വിജയിയായി തന്നെ പോകുമെന്നും ഇതുപോലെ പേടിച്ചു പോവില്ല എന്നും പറയുകയാണ്. അടുത്ത സീനിൽ കഴിഞ്ഞ ദിവസം നടന്നതെല്ലാം ആലോചിച്ചിരിക്കുന്ന ദേവസേനയ്ക്ക് പണ്ട് ഗംഗയ്ക്ക് ഉണ്ടായിരുന്നതുപോലെ ശത്രുക്കൾ ജനനിക്കുമുണ്ടെന്ന് പറഞ്ഞ് പണ്ട് നടന്നതെല്ലാം ഓർമ്മിക്കുകയാണ് ദേവസേന. അതെല്ലാം ഓർമ്മിക്കുന്ന ദേവസേനയ്ക്ക് ഇവിടെ ആർക്കായിരിക്കും ജനനിയോട് ശത്രുത ഉള്ളത്? ഗംഗയെ ശല്യം ചെയ്തതുപോലെ തന്നെ ഏതോ ഒരു ദുഷ്ടശക്തി ജനനിയെ ശല്യം ചെയ്യുകയാണ്. അത് ഏത് ശക്തിയായിരിക്കും? അത് ആരാണെന്ന് കണ്ടുപിടിക്കണമെന്ന് ആലോചിച്ചിരിക്കുകയാണ് ദേവസേന. ദേവസേനയ്ക്ക് ആ ശക്തി ഏതാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുമോ? അഷ്ടവക്രയ്ക്ക് ജനനിയുടെ ബ്ലഡ് കിട്ടുമോ എന്നൊക്കെ അറിയാൻ അടുത്ത എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്